ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വീഡിയോ ഇടാൻ താമസിച്ചതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാര്യം എനിക്ക് അസുഖമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലൈറ്റായത്. നടുവേദന, ഡിസ്കിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കാലുവേദനയോ കാലുവലിയോ ഒക്കെ ആയിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊരു വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ ആദ്യം മുതലേ പറയാൻ തുടങ്ങി. അത് വ്യാഴാഴ്ചത്തതും വെള്ളിയാഴ്ചത്തതും തിങ്കളാഴ്ചത്തതും 3 വീഡിയോ ഇടാൻ ബാക്കിയുണ്ട്. അപ്പോൾ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. മലറിൻ്റെ അടുത്ത് ചന്ദ്രിക പറയാണ്, മലർ അമ്മ പച്ചക്കറി വാങ്ങിയിട്ട് വരാം, എവിടെയും പോകാതെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. മലർ പറയാണ്, ഞാനും വരുന്നമ്മേ. ഒരുപാട് ദൂരം നടക്കാണ്ടടാ, നിന്നെ കൊണ്ട് പറ്റില്ലടാ. മോള് വീട്ടിലിരുന്ന് കളിക്ക്, അമ്മ പോയിട്ട് വേഗം വരാം. അമ്മ തിരിച്ചു വരുമ്പോൾ എള്ളുണ്ടയും കപ്പലണ്ടി മുട്ടായി ഒക്കെ വാങ്ങിയിട്ട് വരാം കേട്ടോ. ശരി അമ്മേ, ശരി, പോയിട്ട് അമ്മ വേഗം വരാം കേട്ടോ. മലർക്കുട്ടി പിന്നെ കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടാണ്. സിദ്ധുവായിട്ട് ക്യാരംസ് കളിക്കുന്നതും സിദ്ധുവായിട്ട് ചെസ്സ് കളിക്കുന്നതും ഒക്കെ ചിന്തിക്കുകയാണ്. സിദ്ധുവും പ്രിയയുമായിട്ട് കണ്ണുപൊത്തി കളിയൊക്കെ കളിക്കുന്നത് കാണുകയാണ്. സിദ്ധുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഇത് എൻ്റെ ഗിഫ്റ്റാ? അതെയോ? സിദ്ധുവിൻ്റെയും മലറിൻ്റെയും ചിത്രം വരച്ചിട്ടുള്ള ഗിഫ്റ്റായിരുന്നു അത്. അപ്പോഴാണ് മലറിനൊരു ഐഡിയ തോന്നിയത്, സിദ്ധുവിനെ ഒന്ന് ഫോൺ വിളിച്ചാലോ. പിന്നെ താമസിച്ചില്ല, വേഗം അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് സിദ്ധുവിനെ വിളിക്കുകയാണ്. സിദ്ധു ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഫോണിൽ നമ്പർ കണ്ടിട്ട് സിദ്ധു ചിന്തിക്കുകയാണ്, ചന്ദ്രികയാണല്ലോ വിളിക്കുന്നത്. സിദ്ധു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയാണ്. അപ്പോൾ മലരാണ് ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ സിദ്ധു പറയാണ്, മലർക്കുട്ടി, സുഖാണോ മോളെ നിനക്ക്? മലർ ഫോൺ എടുത്തപ്പോൾ തന്നെ കരയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, ഹേയ് മലർ, എന്തിനാ മോളെ നീ കരയുന്നത്? സിദ്ധു, എനിക്കിപ്പോൾ സിദ്ധുവിനെ കാണാൻ തോന്നുന്നു സിദ്ധു. അമ്മ ഇനി എന്നെ മഹേന്ദ്രൻ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരില്ലെന്നാണ് പറയുന്നത്. സിദ്ധു ഇവിടെ വാ സിദ്ധു. ഏയ് മലർ, ആദ്യം നീ കരയാതിരിക്കുക, ഉറപ്പായും ഞാൻ നിന്നെ കാണാൻ വരാം കേട്ടോ. സത്യമാണോ സിദ്ധു? ഉറപ്പായും ഞാൻ നിന്നെ കാണാൻ വരാം. അപ്പോഴാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി വീൽ ചെയറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി ഒന്നും ശബ്ദം ഉണ്ടാക്കാതെ എല്ലാം കേൾക്കുകയാണ്. എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല സിദ്ധു. അമ്മ അറിയാതെ ഇവിടെ വന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് സിദ്ധു. ശരി മോളെ, ഉറപ്പായും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വന്ന് കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. ഇതൊക്കെ ജാനകി കേൾക്കുന്നുണ്ട്. ജാനകിക്ക് ദേഷ്യം വരികയാണ്. വീണ്ടും മലർ ചോദിക്കുകയാണ്, സിദ്ധു എപ്പോൾ വരും? ഇന്ന് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, നാളെ ഞാൻ ഉറപ്പായും നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. ശരി സിദ്ധു. അമ്മ ഞാൻ സിദ്ധുവിന് ഫോൺ ചെയ്യുന്നത് കണ്ടാൽ എന്നെ വഴക്ക് പറയും. ഞാൻ സിദ്ധു ഫോൺ വെക്കാണേ, പക്ഷേ സിദ്ധു ഉറപ്പായും വരണേ. ഉറപ്പായും ഞാൻ വരാം മലർ, നീ കരയരുത്, ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. മലർ കരഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തു. അതേസമയം സിദ്ധു ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മയെ കാണുന്നത്. അമ്മ ദേഷ്യത്തോടെ അരികിൽ വന്നിട്ട് പറയാണ്, എന്താടാ ഇവിടെ നടക്കുന്നേ? ഇത്രയായിട്ടും നീ മതിയാക്കിയില്ലേ? ആ ചന്ദ്രികയിൽ നിന്നും മലരിൽ നിന്നും അകന്നു കഴിയാനല്ലേ അവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത്? ശല്യങ്ങൾ ഒഴിഞ്ഞുപോയി എന്ന് കരുതി ഇപ്പോഴാണ് ഞാനൊന്ന് സമാധാനിച്ചത്. നീ വീണ്ടും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണോ? അമ്മേ, അവൾ കുഞ്ഞാണമ്മേ, പാവല്ലേ അമ്മേ. എന്നെ കാണണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് കരയുക. അവൾ കരഞ്ഞാൽ അപ്പം തന്നെ നീ എടുത്തു ചാടി അങ്ങ് പോവുകയാണോ? ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുക, ആ മലരിന് നീ ആരാടാ? സ്വന്തം അച്ഛൻ കല്ല് പോലെ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവളെന്തിനാടാ നിന്നെ വിളിക്കുന്നേ? അമ്മേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? തീരെ ദയയും ദാക്ഷിണ്യവും ഇല്ലാതെയാണോ സംസാരിക്കുന്നത്? മലർ ഒരു കുഞ്ഞാണമ്മേ. അവൾക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാവുന്നതല്ലേ. അമ്മേ, അവൾക്ക് എന്നെ കാണണമെന്ന് പറയുന്നു. നീ എന്തു വന്നാലും ഞാൻ അവളെ കാണാൻ പോവുക. എടാ സിദ്ധു, നീ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. നീ ആ ചന്ദ്രിയെയും മലരിനെയും കാണാൻ പോകരുത്. ഞാൻ പറയാതെ നീ അവിടെ പോയാൽ നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ശവമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് സത്യമാണ് സിദ്ധു. അമ്മേ, എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മേ, എന്താ അമ്മേ എന്ന് പറയുമ്പോഴേക്കും അമ്മ ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ നാളെ അവിടെ ചെല്ലുമെന്ന് വിചാരിച്ച് മലർ കാത്തിരിക്കുമല്ലോ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും വണ്ടിയുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വഴിയറിയാതെ ഒരു സൈഡിൽ നിർത്തി ഇടുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ഏട്ടാ ഇവിടെ വണ്ടി നിർത്തിയിട്ടത്? അല്ല, ഞങ്ങൾക്ക് അവിടെ അന്വേഷിച്ചിട്ട് പോകാം. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പോകണോ അല്ല ആ റോഡിൽ കൂടി പോകണോ എന്നറിയില്ല. ഞാൻ ആ കടയിലൊന്ന് ചോദിച്ചിട്ട് വരാം. ശരി ഏട്ടാ, ചെല്ല്. മഹേന്ദ്രൻ സാർ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇവർ ഈ ഗ്രാമത്തിലാണ് ഉള്ളതെന്നാണ് അറിഞ്ഞത്.
അതേസമയം ചന്ദ്രിക വീട്ടിൽ നിന്നും ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ്. ബാഗിൽ നിന്നും ആ സമയം ഒരു ഫോട്ടോ കിട്ടി. അച്ഛൻ്റെയും അമ്മയുടെയും അവളുടെയും ആ ഫോട്ടോ നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ്. പിന്നെ മഹേന്ദ്രൻ സാറ് അയാളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ആ വഴിയിൽ കൂടിയാണോ പോകേണ്ടത്? അതെ. ശരി, വളരെ നന്ദി. ഏട്ടാ, ചന്ദ്രികയുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? ശരി ലക്ഷ്മി. ഈ റോഡിൽ തന്നെ 1 കിലോമീറ്റർ അകലെ പോയാൽ ചന്ദ്രികയുടെ വീട് എത്തും. ശരി ഏട്ടാ, എങ്കിൽ പോകാം. ചന്ദ്രിക ഫോട്ടോ നോക്കി സങ്കടപ്പെടുകയാണ്, കരയുകയാണ്. അപ്പോൾ അവിടെ മലർ വന്നിട്ട് പറയാണ്, അമ്മ എന്തിനാണ് അമ്മ കരയുന്നത്? ഏയ് ഒന്നുമില്ലടാ. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ നോക്കി കരയാണോ? എന്തിനാ അമ്മേ നമ്മൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിട്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അവിടെ നിന്നാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ആവശ്യമില്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാ മലർ നിന്നെയും കൊണ്ട് ഞാനിങ്ങ് വന്നത്. എന്ത് സങ്കടം അമ്മേ? ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കല്ലേ മലർ, പോയി കളിക്കാൻ നോക്ക് പോ. ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ പറയണ്ട. അമ്മ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. മലർ ദേഷ്യത്തോടെ പുച്ഛിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. പിന്നെ കാണിക്കുന്നത് മേഘയെയും അച്ഛനെയുമാണ്, ചന്ദ്രനച്ഛനെ. അപ്പോൾ അച്ഛനോട് മേഘ ചോദിക്കുകയാണ്, അല്ലച്ഛ, അച്ഛൻ പറഞ്ഞ NRI പാർട്ടി എപ്പോൾ വരും? വരാൻ നേരമായി മോളെ, ഇപ്പോൾ വരും. അപ്പോഴേക്കും പാർട്ടി എത്തി. എന്നിട്ട് അവർ പറയാണ്, സാർ ഇവരാണ് ആ പാർട്ടി. മേഘ, ഇതാ അവരിങ്ങെത്തി. വരൂ സാർ, വരൂ. നമസ്കാരം നമസ്കാരം, വരൂ. ഹലോ സാർ, ഹായ്. ഹലോ സാർ, ഹായ്. എല്ലാവരും അങ്ങനെ പരിചയപ്പെടുകയാണ്. ചന്ദ്രനച്ഛൻ മേഘയെ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഈസ് മേഘ, മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ. അപ്പോഴേക്കും മേഘയും അവരെ കയറി പരിചയപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘയുടെ ഭാഗത്തുള്ള കാര്യങ്ങളും അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേഘ കൊടുത്ത ഫയൽസൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ പറയാണ്, നിങ്ങളുടെ ലാൻഡ് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഡ്വാൻസ് ക്യാഷായിട്ട് ബാഗ് എടുത്ത് കൊടുക്കുകയാണ്. ഇതിൽ അഡ്വാൻസായിട്ട് 30 lakhs ക്യാഷ് ഉണ്ട്. രജിസ്ട്രേഷൻ്റെ അന്ന് ബാക്കി പണവും നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. താങ്ക് യു. അപ്പോൾ അവർ പറയാണ്, എണ്ണി നോക്കിക്കോളൂ, ക്യാഷ് എണ്ണി നോക്കിക്കോ. അപ്പോൾ തന്നെ ചന്ദ്രനച്ഛനും മേഘയും ക്യാഷ് എടുത്ത് വെച്ച് എണ്ണയാണ്. ചന്ദ്രനച്ഛൻ എണ്ണിയിട്ട് പറയാണ്, കറക്റ്റാണ്. അപ്പോൾ മേഘയും ഓക്കെ, വരുന്ന 20th നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. പേയ്മെൻറ്റ് ബാലൻസ് വെക്കാതെ നോക്കണം. ഓക്കെ മാഡം, പറഞ്ഞതുപോലെ തന്നെ നടക്കും. ഡോണ്ട് വറി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ മാഡം. ഓക്കെ ബൈ, സി യു. അച്ഛനും മകൾക്കും നല്ല സന്തോഷമായി. രണ്ടുപേരും ഇരുന്ന് ചിരിക്കുകയാണ്. ചന്ദ്രിക പിന്നെ ആ ഫോട്ടോ എടുത്ത് ടേബിളിൽ വെച്ചിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സങ്കടത്തോടെ. മലർ അവളുടെ സൈക്കിളുമായിട്ട് കളിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്നത്. ഏട്ടാ, അങ്ങോട്ട് നോക്കിയേ. മലർ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ? മഹേന്ദ്ര സാർ അപ്പോഴേക്കും മലർ എന്ന് സങ്കടത്തോടെ വിളിക്കുകയാണ്. വാ പോയി നോക്കാം. പോവാം ഏട്ടാ, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോഴേക്കും മലർ സൈക്കിളിൽ നിന്നും താഴെ വീണ് കരയാണ്. അപ്പം തന്നെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഏയ് മലർ എന്ന് പറഞ്ഞ് അഴിയിൽ ഓടിയെത്തുകയാണ്. മോളെ സൂക്ഷിച്ചു മോളെ, പതുക്കെ എന്ന് പറഞ്ഞ് അപ്പുറം ഇപ്പുറം മുത്തശ്ശനും മുത്തശ്ശിയും പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ? ഹായ് മുത്തശ്ശ. മലറിന് സന്തോഷമായി. മുത്തശ്ശി, ഹേയ് മലർക്കുട്ടി, എപ്പോഴാണ് വന്നേ? ഇപ്പോൾ വന്നതേ ഉള്ളൂ മോളെ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും മാറി മാറി ചുംബിക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുകയാണ്, മലർ, മോളുടെ അമ്മ എന്തേ? അമ്മ വീട്ടിലുണ്ടല്ലോ മുത്തശ്ശി. വാ മുത്തശ്ശി, അകത്തേക്ക് പോകാം. വാ മുത്തശ്ശി, വാ മുത്തശ്ശ. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി വിളിക്കുകയാണ് മലർ. അമ്മേ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കമ്മേ. നിൽക്ക്, ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ ഇങ്ങോട്ട് വാ. എന്താ മലർ? വാ അമ്മേ, ഇങ്ങോട്ട് വാ. ആരാന്ന് നോക്ക്. ചന്ദ്രികയെ കണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല സന്തോഷമായി. അതായത് മഹേന്ദ്ര സാറിനും ലക്ഷ്മിക്കും. ചന്ദ്രിക കണ്ട സന്തോഷത്തിൽ അമ്മേ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പറയാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ജോലിക്കാരിയെ കാണാൻ ഇത്രയും ദൂരം വന്നത്? അറിയാം ചന്ദ്രികയെ, നീ എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെനിക്കറിയാം. മഹേന്ദ്രൻ സാർ പറയാണ്. ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ, വീട്ടിൽ വരുന്നവരോട് അകത്ത് കയറി ഇരിക്കാൻ പറയില്ലേ? ചന്ദ്രിക വിഷമത്തോടെ പറയാണ്, തറയൊക്കെ മണ്ണ് കൊണ്ടുള്ളതാ. നിങ്ങളുടെ ഡ്രസ്സൊക്കെ അഴുക്കാകും എന്ന് കരുതി അതാ ഞാൻ ഇരിക്കാൻ പറയാത്തത്. ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരാം. വരൂ സാർ. വരണം അമ്മേ. മലറിനോട് പറയാണ്, പോയി വിളിച്ചിട്ട് വാ.
വാ മുത്തശ്ശ, വാ മുത്തശ്ശി. ചന്ദ്രിക അവരെ അകത്തേക്ക് വിളിച്ച് ഒരു പാ വിരിച്ചു കൊടുക്കുകയാണ്. കട്ടിൽ ഒടിഞ്ഞു കിടക്കുകയാണ്. ഇതിലേക്ക് ഇരിക്കാം. അങ്ങനെ രണ്ടുപേരും ആ പായയിൽ തന്നെ ഇരുന്നു. വാ മോളെ എന്ന് പറഞ്ഞ് മലരിനെയും അവിടെ പിടിച്ചിരുത്തി. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? ഞങ്ങൾക്ക് ഒന്നും വേണ്ട ചന്ദ്രികയെ. നിന്നെയും മലരിനെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അത് കേട്ടപ്പോൾ മലറിന് നല്ല സന്തോഷമായി. അപ്പോൾ മഹേന്ദ്രൻ സാർ ചന്ദ്രികയോട് പറയാണ്, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഉടനെ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വരണം. ചന്ദ്രിക അപ്പം തന്നെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ മലർ ചോദിക്കുകയാണ്, ഹായ്, ഇപ്പം തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണോ മുത്തശ്ശി? അതേ ചക്കരെ. മലർ, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ നാട്ടിലേക്ക് വരുന്നോ? വരുന്നു മുത്തശ്ശ ഞാൻ. ചന്ദ്രിക അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുകയാണ്. ഇതാ സാർ, കട്ടൻ കാപ്പിയാ. സാറ് വാങ്ങിച്ചു. ഇതാ അമ്മേ, കുടിക്കണം അമ്മേ. ലക്ഷ്മിക്ക് അത് വാങ്ങിച്ച് കുടിച്ചപ്പോൾ തരിപ്പിലായിപ്പോയി. എന്തൊക്കെയോ ചിന്തിച്ചിട്ടാണ് അത് കുടിക്കുന്നത്. അപ്പം മലർ പറയാണ്, നോക്കി കുടിക്കും മുത്തശ്ശി, സൂക്ഷിച്ച് കുടിക്കുക. ചന്ദ്രികയും പറയുകയാണ്, സൂക്ഷിച്ച് കുടിക്കണം. അവർ രണ്ടുപേരും വിഷമത്തോടെ ചന്ദ്രികയെ നോക്കുകയാണ്. ചന്ദ്രിക അങ്ങനെ എന്തൊക്കെയോ ഓർത്തിട്ട് പുറത്തു വന്നു നിന്ന് കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക വീണ്ടും അകത്തേക്ക് കയറിപ്പോയിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാം, അത് കഴിച്ചിട്ട് പോയിക്കോളൂ. രണ്ടുപേരും അവിടെ നിന്നും എണീറ്റ് പറയാണ്, ചന്ദ്രികയെ അതൊന്നും വേണ്ട മോളെ, ഞങ്ങൾ വരുമ്പോൾ കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ ദേഷ്യമൊക്കെ മറന്ന് നീ ഞങ്ങളുടെ മകളായി ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരൂ. നിങ്ങളുടെ ആസ്തിക്കും അന്തസ്സിനും അനുസരിച്ച് ഒരു മകളും ചെറുമകളും ആയിട്ട് വരാൻ ഞങ്ങൾക്ക് അല്പം പോലും അർഹതയില്ല. നിങ്ങൾ രണ്ടാളും തിരിച്ചു പോയിക്കോളൂ. അത് കേട്ട് ലക്ഷ്മി കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കാം. അപ്പോൾ അതുവരേക്കും ഇത് കാണാം. വെള്ളിയാഴ്ചത്തെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.